RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ 4 പേർക്ക് കൂടി ജാമ്യം. ബിലാൽ, അൻസാർ, റിയാസ്, ഷഹീർ എന്നീ പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. വിവരങ്ങൾ മുസ്തഫ നൽകും. അഹമ്മദ് മുസ്തഫ നൽകും കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഇപ്പോൾ മൊത്തം എത്ര പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു? നേരത്തെ 48 പ്രതികൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി 4 പേർക്ക് കൂടി ജാമ്യം അനുവദിക്കുകയാണ്. ആകെ 52 പേർക്കാണ് നിലവിൽ ഈ 71 പേരുള്ള പ്രതിപട്ടികയുള്ള കുറ്റപത്രമുള്ള കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 52 പേർ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഈ ഇന്നത്തെ 4 പേരുടെ കൂടി വരുമ്പോൾ സ്വാഭാവികമായും 9 പേര് മിസ്സിംഗ് ആണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 9 പ്രതികൾ മിസ്സിംഗ് ആണ്. അതൊഴിച്ചാൽ ഇനി ആകെ ബാക്കിയുള്ളത് 4 പേർക്ക് കൂടിയാണ് ജാമ്യം ലഭിക്കാനുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 15/4/22 ആദ്യം സുബൈർ വധമുണ്ടാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീനിവാസൻ വധമുണ്ടാകുന്നു. സ്വാഭാവികമായും ഇതൊരു പൊളിറ്റിക്കൽ റിട്ടാലിയേഷൻ ആണ്, രാഷ്ട്രീയ വൈരമൂല്യമുള്ള കൊലപാതകമാണ് എന്നായിരുന്നു പോലീസിന്റെ കുറ്റപത്രം. പക്ഷേ UAP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ NIA കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഹിന്ദുവായ പ്രവർത്തകനെ കൊലപ്പെടുത്തി ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണെന്നാണ്. പക്ഷേ ഈ വാദം ഹൈക്കോടതി അവിശ്വസിച്ചു. മാത്രമല്ല അത് മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇത്രയധികം പ്രതികൾക്ക് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുള്ള വാദങ്ങൾക്ക് NIAക്ക് കൃത്യമായി ആ രൂപത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതുകൊണ്ടാണ് 52 പേർ ഇപ്പോൾ ജാമ്യത്തിലിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ പ്രതികളായിട്ടുള്ള 21, 22, 23 പ്രതികൾ, ഒപ്പം തന്നെ 60-ാം പ്രതി, ഈ 4 പേർക്കാണ് ഇന്നിപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ബിലാൽ, അൻസാർ, റിയാസ്, ഷഹീർ പാലക്കാട് സ്വദേശികളാണ്. ഇവർക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശരി മുസ്തഫ.